ഇന്ത്യൻ പൗരന്മാർ മാത്രം മതി ഇന്ത്യയിൽ. ഇത് പറഞ്ഞത് ഞാനല്ല കേട്ടോ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. ആ പറഞ്ഞതിന് കാര്യങ്ങളും കാരണങ്ങളുമുണ്ട്. കാരണം ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയപ്പെടുന്നത്, മുസ്ലിങ്ങളുടെ ജനസംഖ്യ എന്ന് പറയപ്പെടുന്നത് ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ വർദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഏകദേശം 24.6% വർധനവ് ഉണ്ടാകും. അപ്പോൾ ഹിന്ദു ജനസംഖ്യയിൽ വർധനം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല, കുറവുണ്ടാകുന്നുണ്ട്. 4.5% കുറവുണ്ടായിരിക്കുന്നു എന്നും കേന്ദ്രമന്ത്രി പറയുന്നു. അമിത്ഷായുടെ വാക്കുകളാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യുൽപാദനത്തിന്റെ രീതിയിൽ മാത്രമല്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് കുട്ടികളെ സൃഷ്ടിക്കുന്നതുകൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല എന്നും, പകരം പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ നുഴഞ്ഞുകയറ്റക്കാരുണ്ടല്ലോ, അവരുള്ളത് കൊണ്ട് തന്നെ അവർ കൂടി ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹമായി ഇത് മാറുന്നു. അങ്ങനെ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. മുസ്ലിം ജനസംഖ്യ എന്ന് പറയപ്പെടുന്നത് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, ഞാൻ അതാ പറഞ്ഞത്, വോട്ടർ പട്ടികയിൽ ഉള്ള ഇന്ത്യക്കാർ മാത്രം വോട്ട് ചെയ്താൽ മതി, ഇന്ത്യൻ പൗരന്മാർ മാത്രം മതി ഇന്ത്യയിൽ എന്ന് അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ വോട്ടർ പട്ടികയിൽ നുഴഞ്ഞുകയറ്റക്കാരെ ഉൾപ്പെടുത്തുന്നത് ഭരണഘടനയുടെ അന്തസ്സത്തയെ ബാധിക്കുന്നതാണ് എന്ന് മാത്രമല്ല, അത് അന്തസ്സത്തയെ മലിനമാക്കുന്നതാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വോട്ടവകാശം എന്ന് പറയപ്പെടുന്ന രാജ്യത്തെ പൗരന്മാർക്ക് മാത്രം ലഭിക്കേണ്ടതല്ലേ? അത് തന്നെ അത്തരത്തിൽ ലഭിക്കണമെന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു കാര്യമുണ്ട് താനും. കാരണം അത്തരത്തിൽ ഇന്ത്യൻ പൗരന്മാർ മതി, മറ്റുള്ള രാജ്യങ്ങളിലുള്ള പൗരന്മാർക്ക് വോട്ടവകാശം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. അങ്ങനെ നുഴഞ്ഞുകയറ്റക്കാർക്കൊന്നും ഇവിടെ നമുക്ക് വോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ആരായിരുന്നു. അപ്പോൾ ഇവിടെ ഈ നുഴഞ്ഞുകയറ്റവും അപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയമൊന്നും രാഷ്ട്രീയമായിട്ടല്ല നമ്മൾ കാണേണ്ടത് എന്ന് കൂടി പറയട്ടെ. അപ്പോൾ ദേശീയ വിഷയങ്ങളായി കാണേണ്ട വിഷയങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ ഈ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളും ഒപ്പം തന്നെ വോട്ടർ പട്ടികയിലുള്ള വോട്ടവകാശം നേടിയെടുക്കേണ്ട ആൾക്കാരുടെ പേര് വിവരം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വോട്ട് കൂടുന്നത്, അല്ലെങ്കിൽ വോട്ട് പ്രക്രിയ വളരെ കൃത്യമായി നടക്കേണ്ടതിന്റെ കാര്യക്ഷമമാക്കേണ്ടത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ വോട്ട് പ്രക്രിയ കൃത്യമായി നടപ്പാക്കേണ്ടത് എന്തുകൊണ്ടാണ്? കൃത്യമായി നടപ്പാക്കേണ്ടത് ഇതുപോലുള്ള നുഴഞ്ഞുകയറ്റക്കാരെ ഒഴിവാക്കി ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക്, ഇന്ത്യൻ പൗരന്മാർക്ക് വളരെ കൃത്യമായിട്ട് അവരുടെ വോട്ട് ചെയ്യാനുള്ള അവകാശം നിർബന്ധമായിട്ടും നൽകുക എന്നുള്ളതാണ്. പകരം പുറത്തു നിന്ന് നുഴഞ്ഞു കയറുന്നവരെ അതിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് അത് ആവശ്യമാണ്. അതായത് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കുടിയേറ്റം നടക്കപ്പെടുന്നത് പാകിസ്ഥാനിൽ നിന്നും ഒപ്പം തന്നെ ഈ ബംഗ്ലാദേശ് പോലുള്ള ഇടങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇതൊക്കെ ദേശീയ വിഷയങ്ങളായി കാണേണ്ട വിഷയങ്ങളാണ്. പക്ഷേ ഈ വിഷയത്തിലൊക്കെ പലപ്പോഴും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിഷേധാത്മകമായിട്ടുള്ള മനോഭാവമാണ് സ്വീകരിക്കുന്നത് എന്നൊക്കെ കേന്ദ്രമന്ത്രി പറയുമ്പോഴും ഈ വോട്ട് ബാങ്കുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന ഒരു സമീപനം കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ സ്വീകരിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ മുസ്ലിങ്ങളുടെ ഉയർച്ച അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ എണ്ണത്തിലെ വർധനവ് എന്ന് പറയപ്പെടുന്നത് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുവാനുള്ള ഒരു തന്ത്രമായി കൂടി മാറുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ വോട്ട് കൂടുതൽ കിട്ടുന്ന ഇടമായി ന്യൂനപക്ഷങ്ങൾ മാറുന്ന ഒരു അവസ്ഥയുണ്ടായാൽ ആ മുസ്ലിം മേഖല അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ മേഖലയിൽ നിന്ന് ധാരാളം വോട്ടുകൾ സ്വീകരിക്കുവാനുള്ള ഒരു സ്ഥിതി ഉണ്ടാകും. അങ്ങനെ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തും ഈ വോട്ട് ബാങ്കുകളൊക്കെ കുറയുന്നത് കൊണ്ട് ഈ പ്രക്രിയയെ എതിർക്കുന്നില്ല. അതായത് ജനസംഖ്യ കൂടുന്നുണ്ടെങ്കിൽ കൂടട്ടെ എന്നുള്ള തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് പോലും ഈ വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയ നടന്നിരുന്നതാണ്. പക്ഷെ അന്നൊക്കെ നമുക്ക് ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് എന്നും ആർക്കെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് കോടതിയെ സമീപിക്കാമെന്ന്. പക്ഷെ അന്നൊന്നും ഈ കോൺഗ്രസ് ഭരിക്കുന്ന സമയങ്ങളൊന്നും ഇതിനെ ഒരു ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് കൊണ്ടുപോയില്ല എന്നുള്ളതാണ് ഇതിന്റെ കുഴപ്പം. അപ്പോൾ നുഴഞ്ഞുകയറ്റക്കാർ അന്നേ ഉണ്ടെങ്കിൽ അന്നേ അവരെ പിടിച്ചു മാറ്റേണ്ടതാണ് എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ 140-145 കോടിയിലേക്ക് ഒരു ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യം ജനസംഖ്യയുടെ കാര്യത്തിൽ ഇങ്ങനെ വളർന്നു കയറില്ലായിരുന്നു. അതൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ പലപ്പോഴും പല തട്ടുകളിലാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ. കാരണം അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതെന്നുള്ളത് നമുക്കറിയാം. ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയപ്പെടുന്ന 24.6% വർദ്ധിച്ചപ്പോൾ ഹിന്ദു ജനസംഖ്യ എന്ന് പറയപ്പെടുന്ന 4.5% കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനുള്ള കാരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. പാകിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റവും വോട്ടവകാശം നേടിയെടുക്കുന്നതും ഒക്കെ ഇതിനൊരു പ്രശ്നമായിട്ടും കാരണമായിട്ടും മാറുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ വോട്ടവകാശം എന്ന് പറയപ്പെടുന്നത് രാജ്യത്തുള്ള പൗരന്മാർക്ക് മാത്രമായിട്ട് ക്രമീകരിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ CAA കൂടി നമ്മൾ ന്യായീകരിച്ചുകൊണ്ട് വേണം
ഇതിനെ പറയാൻ. ചിലപ്പോൾ അത് രാജ്യത്തുള്ള ബാക്കിയുള്ളവർക്ക് അതിനെ അഭിമുഖീകരിക്കാൻ കഴിയുകയോ അല്ലെങ്കിൽ അതിനോട് യോജിക്കാൻ കഴിയുകയോ ചെയ്യുന്ന അറിയില്ല. അപ്പോൾ രാജ്യത്ത് ഇപ്പോൾ മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നതിന് കാരണം പാകിസ്ഥാനിൽ നിന്നുള്ള ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റമാണ് എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയുടെ വാദത്തെ എതിർക്കുന്നവരുണ്ടാകാം. എന്നാൽ അതിനെ വളരെ ന്യായമായും നമ്മൾ നോക്കി മനസ്സിലാക്കേണ്ടതുണ്ട്. അമിത്ഷാ പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം വോട്ടവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമായി ചുരുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇത്രയും ജനസംഖ്യ വർദ്ധിക്കുന്നത് ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവിടെ ജനസംഖ്യ കൂടുന്നതിന്റെ കാര്യമല്ല പറയുന്നത്, ജനസംഖ്യ കൂടുന്നത് കൂടിക്കോട്ടെ, പക്ഷേ നുഴഞ്ഞു കയറി വരുന്നവരെ കൂടി ഇന്ത്യ ഉൾക്കൊള്ളേണ്ടി വരുന്നത് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളെ ഒരിക്കലും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന് കൂടി പറയട്ടെ. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഈ വർധനവ് ഉണ്ടാകുന്നത് എന്ന് പറയപ്പെടുന്നത് പ്രത്യുൽപാദന നിരക്ക് കാരണമല്ല, മറിച്ച് നുഴഞ്ഞുകയറ്റം മൂലമാണ് സംഭവിക്കുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ വിഭജിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? മതത്തിന്റെ പേരിലാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത്. പാകിസ്ഥാൻ ഇന്ത്യയുടെ ഇരുവശങ്ങളിലായി രൂപീകരിച്ചത് നുഴഞ്ഞുകയറ്റത്തിന് വഴിവെച്ച ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അന്ന് രണ്ട് തരത്തിലുള്ള സമീപനം സ്വീകരിക്കേണ്ടി വന്നത് എന്ന് കൂടി പറയപ്പെടുന്നത്. അപ്പോൾ ഈ മതത്തിന്റെ പേരിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടതും ഇന്ത്യയുടെ ഇരുവശങ്ങളിലുമായിട്ട് പാകിസ്ഥാനെ രൂപീകരിക്കേണ്ടി വന്നതുമൊക്കെ വലിയ ബുദ്ധിമുട്ടുളവാക്കുന്ന ഒരു വ്യവസ്ഥിതിയായി മാറി എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലല്ല, അന്ന് 1947 സംഭവമാണ് പറഞ്ഞത്. ഇത് രാജ്യത്തെ ജനസംഖ്യാ ഘടനയിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ നുഴഞ്ഞുകയറ്റക്കാരനെയും അഭയാർത്ഥിയും ഒക്കെ തമ്മിൽ വേർതിരിച്ച് കാണേണ്ട കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ എത്തേണ്ടിയിരിക്കുന്നു, അങ്ങനെ വേർതിരിച്ച് മാറ്റി നിർത്തേണ്ട ഒരു സമയത്തിലേക്ക് എത്തപ്പെടുന്നു. അതിന് പല രാജ്യങ്ങളിൽ നിന്നും ഇത്തരത്തിൽ കുടിയേറ്റക്കാർ ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യയിൽ വർദ്ധിച്ച മുസ്ലിം ജനസംഖ്യ എന്ന് പറയപ്പെടുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 24.6 എത്തിയിരിക്കുന്നു. വരും കാലങ്ങളിൽ അതിലും വർധനവുണ്ടായേക്കാം എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നോക്കിക്കൊണ്ട് ഇവരെയൊക്കെ ഈ നുഴഞ്ഞു കയറുന്നവരെയൊക്കെ സഹായിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചാൽ നാളെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്ന വലിയ വിപത്തുക്കളുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ബംഗ്ലാദേശ് ആണെങ്കിലും അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു രാജ്യങ്ങളാണെങ്കിലും ഒക്കെ അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് നുഴഞ്ഞു കയറുന്നത് ഒരിക്കലും നമുക്ക് ആശാസ്യമായ പ്രവൃത്തിയല്ല. അപ്പോൾ അതിൽ മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ പീഡിപ്പിക്കപ്പെടുന്ന പലതരത്തിലുള്ള ജാതി മത വർണ്ണവർഗങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് പീഡിതരാകുന്ന എല്ലാ വിഭാഗക്കാരെയും സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുപോലെ തന്നെ ഈ അതിർത്തി കടന്നെത്തിയ പീഡിതരായ ഹിന്ദുക്കൾക്ക് ഇന്ത്യൻ മണ്ണിൽ തുല്യ അവകാശം ഉണ്ടെന്ന് കൂടി ഇതിനോടൊപ്പം ചേർത്ത് ഷാ പറയുന്നുണ്ട്. അതായത് ഇന്ത്യൻ മണ്ണിലേക്ക് എത്തപ്പെടുന്ന ഹിന്ദുക്കളെ ഒഴിവാക്കണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. 1951 മുതൽ 2011 വരെയുള്ള കണക്കുകളാണ് ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ജനസംഖ്യ അസന്തുലിതാവസ്ഥ എന്ന് പറയപ്പെടുന്ന ഒരു ദേശീയ സുരക്ഷാ പ്രശ്നമാണ് എന്നാണ് പറയപ്പെടുന്നത്. പൗരത്വ ഭേദഗതി നിയമം നമുക്കറിയാമല്ലോ, CAയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ വർഗീയ രാഷ്ട്രീയമല്ല, മറിച്ച് ധാർമ്മികമായിട്ടുള്ള ഒരു തിരുത്തലാണ് അതിനകത്ത് വേണ്ടത് എന്ന് തന്നെ നമ്മളും കൂടി പറയേണ്ടിയിരിക്കുന്നു. അമിത്ഷാ പറയുന്ന വാദഗതികളോട് എല്ലാവരും പൂർണ്ണമായിട്ടും യോജിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനകത്ത് സത്യസന്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റുകളോട് നമുക്ക് നീതിപൂർവമായ സ്റ്റേറ്റ്മെന്റുകളാണെങ്കിൽ അതിനോട് നമുക്ക് വളരെ യുക്തിപൂർവ്വം നമുക്ക് വേണമെങ്കിൽ യോജിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ കണ്ടെത്തുക, നീക്കം ചെയ്യുക, പുറത്താക്കുക എന്ന് പറയപ്പെടുന്ന ഒരു സന്ദേശത്തിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. അതായത് നുഴഞ്ഞുകയറ്റക്കാരുണ്ടോ എങ്കിൽ അവരെ കണ്ടെത്തുക, അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ നീക്കം ചെയ്യുക, അതിനുശേഷം അവരെ പുറത്താക്കുക. അങ്ങനെയുള്ള ഒരു സമീപനത്തിലേക്ക് ഇന്ത്യ എത്തേണ്ടിയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇന്ത്യക്കകത്തുള്ള പൗരന്മാർക്ക് വളരെ കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുകയുള്ളൂ, അവരുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബംഗ്ലാദേശിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും ഒക്കെ ഈ തീവ്രവാദ ബന്ധങ്ങൾ വളരെ വല്ലാതെ കടന്നുകൂടിയിട്ടുണ്ട്, തീവ്രവാദ പ്രവർത്തനങ്ങൾ വല്ലാതെ കടന്നുകൂടിയിട്ടുണ്ട്. ഇതൊക്കെ ഇന്ത്യൻ മണ്ണിലേക്ക് കൂടി പറിച്ചു നടപ്പെടുന്ന ഒരു തരത്തിലേക്ക് എത്തപ്പെട്ടാൽ അത് ഇന്ത്യക്ക് ഒരിക്കലും ആശാസ്യമായ കാര്യമല്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഇന്ത്യക്ക് ഒരു തീവ്രവാദ സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന രാജ്യമല്ല. ഒരു സെക്യുലറിസ്റ്റ് രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യക്കകത്ത് ഇത്തരത്തിലുള്ള പ്രവണതകൾ വച്ചു പുലർത്തുവാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിർത്തി കടന്നുള്ള തീവ്രവാദം എന്ന് പറയപ്പെടുന്ന ഒരു പൊതുവായ ഭീഷണിയായിട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെ ഒഴിവാക്കേണ്ട ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് ഈ അഫ്ഗാനിസ്ഥാന്റെ മണ്ണ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കില്ല എന്നുള്ള തരത്തിലേക്ക് ഇപ്പോൾ മുത്താഖി തന്നെ ഉറപ്പ് നൽകിയത് അതുകൊണ്ടാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആ വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ വളരെ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്. അതുപോലെ തന്നെ ഈ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന്, അതിപ്പോൾ ബർമയാവട്ടെ, ബംഗ്ലാദേശ് ആവട്ടെ, അഫ്ഗാനിസ്ഥാൻ ആവട്ടെ, പാകിസ്ഥാൻ ആവട്ടെ, എവിടെ നിന്നാണെങ്കിലും ഈ നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുള്ള അവസരങ്ങൾ കൊടുക്കാതിരിക്കുക, നമ്മൾ അതിർത്തി പ്രദേശങ്ങൾ സംരക്ഷിത കവചങ്ങൾ രൂപീകരിക്കുക,
അതിലൂടെ നുഴഞ്ഞുകയറ്റക്കാർ എത്തപ്പെടുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക, അവരെ നീക്കം ചെയ്യുക, അതിനുശേഷം അവരെ പുറത്താക്കുക എന്നുള്ള സമീപനത്തിലേക്ക് എത്തിയാൽ മാത്രമേ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യത്ത് ഈ രാജ്യത്തുള്ള പൗരന്മാർ മാത്രമാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തപ്പെടുള്ളൂ. ഇല്ലെങ്കിൽ കടന്നുകയറ്റക്കാരെയും ഇത്തരത്തിൽ കുടിയേറ്റക്കാരെയും കൊണ്ട് നിറയുന്ന ഒരു സമീപനം സ്വീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് എത്തപ്പെടേണ്ടി വരും. ഈ പ്രാദേശിക സ്ഥിരത, ഒപ്പം തന്നെ ഈ ഉഭയകക്ഷി വികസന പദ്ധതികൾ, മാനുഷിക സഹായങ്ങൾ, വിദ്യാഭ്യാസം, വ്യാപാരം എന്നുവേണ്ട എല്ലാ തരത്തിലുമുള്ള ബന്ധം മറ്റു രാജ്യങ്ങളുമായി തുടർന്ന് വരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളും മറ്റു വിഷയങ്ങളും ഒക്കെ വളരെ ചർച്ച ചെയ്യപ്പെടുമ്പോഴും നമ്മൾ ആദ്യം പറഞ്ഞ ആ വാദഗതിയിലേക്ക് വന്നാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ എണ്ണത്തിലെ വർധനവ് എന്ന് പറയപ്പെടുന്നത് പലപ്പോഴും അതൊരു നമ്മളെ ചിലപ്പോൾ കുറച്ചുകൂടി ആശങ്ക ഉളവാക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. അത് നമ്മളവിടുത്തെ മുസ്ലിം സഹോദരങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നോ ന്യൂനപക്ഷങ്ങളിൽ നിന്നോ ഉണ്ടാകുന്നതല്ല, അവരുടെ മുസ്ലിം ജനസംഖ്യയിൽ നിന്നുണ്ടാകുന്നതല്ല. പകരം ബാക്കി അല്ലാതെ ഇവിടെ കടന്നുകൂടപ്പെടുന്ന പാകിസ്ഥാനികളായിട്ടുള്ളവർ, ബംഗ്ലാദേശികളായിട്ടുള്ളവർ, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ, അതായത് അതിർത്തി പ്രദേശങ്ങളിൽ നിന്നുള്ളവരൊക്കെ നുഴഞ്ഞു കയറി അവരിലൂടെ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നതാണ് ഇത്തരത്തിലുള്ള വലിയ ജനസംഖ്യാ വർധനവ് എന്നുള്ളതാണ്. അതുകൊണ്ട് അവരെ കണ്ടെത്തേണ്ടതുണ്ട്, അവരെ നീക്കം ചെയ്യേണ്ടതുണ്ട്, അവരെ പുറത്താക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ഭൂപടത്തിൽ ഇന്ത്യയിൽ എത്ര ജനസംഖ്യ ഉണ്ട് എന്നും ഇന്ത്യൻ പൗരന്മാർ മാത്രമാണോ ഇന്ത്യയിൽ ജീവിക്കുന്നതെന്നും ജോലി ചെയ്യുന്നതെന്നും മാത്രമല്ല ഇന്ത്യൻ പൗരന്മാർ മാത്രമാണോ വോട്ട് ചെയ്യുന്നത് എന്നുള്ളതുകൂടി കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ കണ്ടെത്തിയാൽ ഇന്ത്യക്ക് കുറച്ചുകൂടി ശുഭോദയമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കും അത്തരത്തിലുള്ള വലിയ വികസന സ്വപ്നങ്ങളിലേക്കും ഇന്ത്യക്ക് കടന്നു പോകാൻ കഴിയും.